الحمد لله الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد الحمد لله الواحد القهار العزيز الغفار مكور الليل على النهار تبصرة لأولي القلوب والأبصار وتذكرة لذوي الألباب والاعتبار وهو القاهر فوق عباده وهو على كل شيء قدير الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا رسول الله عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم وما كان لمؤمن ولا مؤمنة إذا قضى الله ورسوله أمرا إذا قضى الله ورسوله أمرا أن يكون لهم الخيرة في أمرهم من أمرهم ومن يعص الله ورسوله فقد ضل ضلالا مبينا صدق الله العظيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധയോടെ നിഷ്ഠയോടെ ജീവിതത്തിൽ പാലിക്കണമെന്ന്, നിലനിർത്തണമെന്ന് ഞാൻ എന്നെ ആദ്യമേ ഉണർത്തുകയാണ്, നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിച്ചു മരിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒടുവിലത്തെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത്. അലൈക്കും ബിസ്സുന്നത്തി, എൻ്റെ സുന്നത്ത് നിങ്ങൾ നിലനിർത്തണമെന്നത് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തിൻ്റെ ഭാഗമാണ്. റസൂലിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ നിലനിർത്തുവാനും കണിശതയോടെ അതിൽ നിർബന്ധ ബുദ്ധിയോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തുവാനും പടച്ചവൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള ഓർമ്മ
സത്യവിശ്വാസികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ വിഭജിക്കാൻ കഴിയാത്ത, വേർപെടുത്താൻ കഴിയാത്ത ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അള്ളാഹു നമ്മളും തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെയും സ്നേഹപ്രകാശനത്തിൻ്റെയും രാജകീയ മാർഗമാണ് സ്വലാത്ത്. അഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ ഓർക്കുവാൻ വേണ്ടി സ്വലാത്ത്, നമസ്കാരം കൃത്യമായും കണിശമായും നിലനിർത്തണമെന്ന് പടച്ചവൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ആ സ്വലാത്തിൽ, ആ നമസ്കാരത്തിൻ്റെ ഭാഗമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുസ്മരിക്കപ്പെടൽ, അദ്ദേഹത്തിൻ്റെ പേര് ആവർത്തിക്കൽ, അത് ഉച്ചരിക്കൽ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കൽ, റസൂലിനെ അഭിവാദ്യം ചെയ്യൽ, ഇതെല്ലാം തന്നെ ഒഴിവാക്കാൻ പറ്റാത്ത ഘടകങ്ങളാണ്. സ്വലാത്തിന്റെ വിളിയാളം ഉയരുന്നത് ബാങ്കിലൂടെയാണ്. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള സാക്ഷ്യപ്രഖ്യാപനം കൊണ്ട് മാത്രം ബാങ്ക് പൂർത്തിയാകുന്നില്ല. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, തൊട്ടുടനെ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള സാക്ഷ്യവും നാം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. ബാങ്കിനെ തുടർന്ന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം നടത്തുന്ന ദുആ, പ്രാർത്ഥന, ആതി മുഹമ്മദിനിൽ വസീലത്തൽ ഫളീല വദ്ദറജത റഫീഅ വബഅത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത, റസൂലുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനയാണ്. റസൂലിന് ലഭിക്കേണ്ട മഹത്തായ പദവിയെ ഓർക്കുകയും അത് ലഭിക്കുവാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നാം അപേക്ഷിക്കുകയും അതിലുള്ള നമ്മുടെ സന്തോഷവും സ്നേഹവും ആദരവും ബഹുമാനവും ഒക്കെ അറിയിക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നമസ്കാരത്തിൽ നിന്ന് നമ്മൾ വിരമിക്കുന്നതിന് മുമ്പ് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, യാ അയ്യുഹൻ നബി, നബിക്ക് വേണ്ടിയുള്ള അഭിവാദ്യം, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, നബിയെക്കുറിച്ചുള്ള സാക്ഷ്യപ്രഖ്യാപനം, ഇതെല്ലാം തന്നെ നമസ്കാരത്തിൻ്റെ ഉള്ളടക്കമായി റസൂല് നമ്മെ പഠിപ്പിച്ചതാണ്. അത് നാം അംഗീകരിക്കുന്നു, അത് നാം ആവർത്തിക്കുന്നു. അതിലൂടെ നബിയെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നവരാണ്, മാറ്റാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മാറ്റുക എന്നത് നിർബന്ധമായ അനുഷ്ഠാനമായി, ആരാധനയായി, കർമ്മമായി നിഷ്കർഷിക്കപ്പെട്ടവരാണ് സത്യവിശ്വാസികളുടെ സമൂഹം എന്ന് നാം മനസ്സിലാക്കിയ വലിയ മഹത്തായ വസ്തുതയാണ്, ദീനി നിയമമാണ്. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന സമയത്തും സന്ദർഭത്തിലും റസൂലിന്റെ മഹത്വം എല്ലാ അർത്ഥത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്വഭാവമാണ്, ഒരു ശീലമാണ്, ഒരു ചര്യയാണ് അവിടെ നിലവിലുണ്ടായിരുന്നത്. അത് നബി അംഗീകരിക്കുകയും നബി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ഏറ്റവും പ്രിയപ്പെട്ടവൻ അള്ളാഹുവിനെ കഴിച്ചാൽ ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് ശേഷം സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി റസൂൽ മാറണമെന്നുള്ളത് റസൂലിന്റെ തന്നെ പാഠമാണ്, അധ്യാപനമാണ്. പക്ഷേ കൃത്രിമമായ, വ്യാജമായ ഒരു സന്ദർഭത്തെയും ഒരവസരത്തെയും റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനോ
ദീനുൽ ഇസ്ലാമിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുവാനോ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ആദരവും ബഹുമാനവും കൃത്രിമമായ വഴികളിലൂടെ നിലനിർത്തുവാനോ സൃഷ്ടിക്കുവാനോ അനുവദിച്ചിരുന്നില്ല എന്നതാണ് ഈ ഇനത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത. ജനങ്ങളെല്ലാവരും തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് കൂടുതൽ ആദരവ് പ്രകടിപ്പിക്കുവാൻ മുന്നോട്ട് വന്ന ഒരു സന്ദർഭമായിരുന്നു റസൂലിന്റെ പുത്രൻ ഇബ്രാഹിം മരിച്ചുപോയ സമയം. വലിയൊരു പരീക്ഷണ ഘട്ടത്തിലായിരുന്നു ആ മരണം. അള്ളാഹുവിന്റെ റസൂൽ അവമതിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന, തിരസ്കരിക്കപ്പെടുന്ന, അള്ളാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനും ജനങ്ങൾ സന്നദ്ധമാകാത്ത ഒരു ഘട്ടത്തിലായിരുന്നു ഇബ്രാഹീമിന്റെ മരണം നടന്നത്. ആ മരണം ചില അങ്കലാപ്പുകൾ, ചില വർത്തമാനങ്ങൾ, ചില അഭിപ്രായ പ്രകടനങ്ങൾക്ക് കാരണമായി തീർന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരണത്തോടു കൂടി മരണം സംഭവിച്ച സന്ദർഭത്തിൽ സൂര്യഗ്രഹണവും സംഭവിച്ചു എന്നതായിരുന്നു അതിന്റെ കാരണം. അല്പവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും അന്ധവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളവും മതത്തിന്റെ യാഥാർത്ഥ്യത്തിനപ്പുറം അതിന്റെ വൈകാരികതകളിൽ മാത്രം ആലോചനയും ചിന്തയും കേന്ദ്രീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രൻ ഇബ്രാഹീമിന്റെ മരണവും സൂര്യഗ്രഹണവും തമ്മിൽ ഒരു പരസ്പര ബന്ധം സ്ഥാപിച്ചെടുക്കുക എളുപ്പമായിരുന്നു. അത് സ്ഥാപിതമാകുന്നത് നബിക്കും ഇസ്ലാമിനും ദീനീ പ്രസ്ഥാനത്തിനും അന്ന് ലഭിച്ചിട്ടില്ലാത്ത ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതിന് കാരണമായി തീരുകയും ചെയ്യുമായിരുന്നു. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് അടയാളങ്ങളാണ്, രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. അതിന് ഗ്രഹണം സംഭവിക്കുന്നതും അത് ഉദിക്കുന്നതും അത് അസ്തമിക്കുന്നതും അത് പ്രോജ്വലിക്കുന്നതും അത് മങ്ങുന്നതുമെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനവുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഭൂമിയിൽ ഒരാളുടെ ജന്മവുമായോ മറ്റൊരാളുടെ മരണവുമായിട്ടോ സൂര്യചന്ദ്രഗ്രഹണങ്ങൾക്ക് യാതൊരു ബന്ധവും ഇല്ല. അന്ധവിശ്വാസത്തിന്റെ സാധ്യത, ആ സാധ്യതയിലൂടെ ദീനുൽ ഇസ്ലാമിനുണ്ടായിത്തീരുന്ന ലാഭം, അതുവഴി അള്ളാഹുവിന്റെ റസൂലിന് ലഭിക്കാൻ പോകുന്ന അംഗീകാരം, അത് കൃത്രിമമാണ്, അത് വ്യാജമാണ്, അത് വേണ്ടാത്തതാണ്, അത് തിരസ്കരിക്കപ്പെടേണ്ടതാണ് എന്ന പാഠമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ പ്രഭാഷണത്തിലൂടെ സത്യവിശ്വാസികൾക്കും മനുഷ്യ സമൂഹത്തിനും നൽകിയിരിക്കുന്നത്. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ മണ്ണിൽ ഒരു പുത്രൻ ഇല്ല. ഇബ്രാഹിം മരിച്ചുപോയി. അതിനുശേഷം നബിയുടെ മകനായിരുന്നു. ചിലരെങ്കിലും സെയ്ദിനെ കുറിച്ച് ഇബ്നു മുഹമ്മദ് എന്ന് പറയാൻ തുടങ്ങി. മുഹമ്മദിന്റെ പുത്രൻ. ചിലരെങ്കിലും നബിയെക്കുറിച്ച് അബൂ സെയ്ദ് എന്നും പറയാനും തുടങ്ങി. സെയ്ദിന്റെ വാപ്പ. സെയ്ദിന്റെ വിവാഹം കൂടി നടന്നതോടുകൂടി നബിയുടെ പുത്രന് ഭാര്യയും ഉണ്ടായി. നബിയുടെ മകന് ഭാര്യയും ഉണ്ടായി, നബിക്ക് മരുമകളും ഉണ്ടായി. സ്വാഭാവികമായ ഒരു അന്തരീക്ഷം അവിടെ രൂപപ്പെട്ടിരുന്നു. നബിയാൽ വളർത്തപ്പെട്ട, നബി സ്നേഹിച്ച, നബി ബഹുമാനിച്ച, നബി പോറ്റി വളർത്തിയ ഒരു കുട്ടി എന്ന നിലക്ക് സെയ്ദിനോട് നബിയുമായി ബന്ധപ്പെടുത്തി നബിയുടെ പുത്രൻ എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരാദരവും ഒരു ബഹുമാനവും സൃഷ്ടിക്കപ്പെട്ടിരുന്നു. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായതിനു ശേഷവും അതുമായി ബന്ധപ്പെട്ട വിചാരങ്ങളും വികാരങ്ങളും സമൂഹത്തിൽ പടരാനും ഇടവന്നേക്കാം. നബി
ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു പുത്രന്റെയും പിതാവല്ല എന്നതായിരുന്നു അത് നിഷേധിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. വമാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിൻ റിജാലികും, ഇവരുടെ ഒരാൺ തരിയുമില്ല നബിയുടെ പുത്രനായിട്ട്. ഇവിടെ ഒരാണിന്റെയും പിതാവായിട്ട് ഈ നബിയുമില്ല. ഇത് തെളിയിക്കാൻ വേണ്ടി, ഇത് സ്ഥാപിക്കാൻ വേണ്ടി, ഇതതിന്റെ പൂർണ്ണതയിൽ സ്ഥാപിക്കാൻ വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിച്ച വഴി വലിയ കോളിളക്കങ്ങളും വലിയ വിവാദങ്ങളും വലിയ തോതിലുള്ള ആക്ഷേപ ശകാരങ്ങളും എല്ലാം തന്നെ വിളിച്ചു വരുത്തുന്ന വഴി കൂടിയായിരുന്നു. പക്ഷെ അതൊന്നും പരിഗണിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഹി മുഖാന്തരം പ്രത്യേകിച്ച് ആവശ്യപ്പെടുകയാണ്, സെയ്ദ് മൊയ് ചൊല്ലിയ പെണ്ണിനെ നീ വിവാഹം കഴിക്കണം. ആ വിവാഹം ഒഴിവാക്കാമായിരുന്നില്ലേ? ഈ വിവാദങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടായിരുന്നോ എന്നൊക്കെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമുക്കാർക്കും ആലോചിച്ച് നോക്കാവുന്ന, അങ്ങനെ ആലോചന വന്നു പോകാവുന്ന വലിയ കോളിളക്കങ്ങളും വലിയ വിവാദങ്ങളും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ടവിടെ ഉണ്ടായത്. അല്ലാഹുവിന്റെ ഉത്തരം സ്വീകരിച്ചേ പറ്റും. സെയ്ദ് വിവാഹമോചനം ചെയ്തിരിക്കുന്ന, മൊയ് ചൊല്ലിയിരിക്കുന്ന വിവാഹ മുത്തല്ലഖത്തിനെ റസൂൽ താങ്കൾ വിവാഹം കഴിക്കണം. അതിലൂടെ, കാരണം ഒരു പുത്രൻ മൊഴി ചൊല്ലിയ പെണ്ണിനെ പിതാവ് വിവാഹം കഴിക്കാൻ പാടില്ല എന്നത് ശരിയാണ്. സെയ്ദ് മുഹമ്മദിന്റെ മകൻ അല്ല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുത്രനായി മണ്ണിൽ ഒരു പുരുഷനും ഇല്ല, ഒരാണും തരിയും ഇല്ല. അങ്ങനെ ഒരു അനന്തിരത്വം, അങ്ങനെ ഒരു തുടർച്ച റസൂലുമായി ബന്ധപ്പെട്ട് ബോധത്തിലോ അബോധത്തിലോ അശ്രദ്ധയിലോ അവഗണയിലോ ഒന്നും തന്നെ ആ ബോധം നിലനിൽക്കാൻ പാടുള്ളതല്ല എന്ന കടുത്ത തീരുമാനമാണ്, കണിശമായ തീരുമാനമാണ്, ശക്തമായ തീരുമാനമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ വിവാഹം നടക്കുന്നതിലൂടെ നടപ്പിലാക്കിയത്. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. ഇന്നമൻ കാന യഹ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത്. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രിയപ്പെട്ട ഈ ഭൂമിയിലെ സന്തത സഹചാരി, ആദ്യമായി റസൂലിന്റെ വിളിക്ക് ഉത്തരം നൽകിയ, ഹിജ്റയിൽ ഒപ്പം പോയ, സൗർ ഗുഹയിൽ ഒന്നിച്ചു കഴിഞ്ഞുകൂടിയ, സ്വർഗത്തിൽ എന്റെ കൂട്ടാളി എന്ന് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച, അവസാന ഘട്ടത്തിൽ ശാരീരികമായ പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ നിന്ന മിഹ്റാബിൽ നിന്ന് താങ്കൾ നമസ്കരിക്കുവിനെന്ന് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവ് കൊടുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് മദീന പള്ളിയിൽ വന്നുകൊണ്ട് പ്രഖ്യാപിക്കുന്നത്, ഇന്നമൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദിനെയാണ് ആരാധിച്ചിരുന്നത് എങ്കിൽ, മുഹമ്മദിനാണ് ഇബാദത്ത് ചെയ്തിരുന്നത് എങ്കിൽ, മുഹമ്മദിനെ മുൻനിർത്തിയാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എങ്കിൽ ഫഇന്നഹു ഖദ് മാത്, മരിച്ചിരിക്കും. ഇത് പറയാൻ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. മുഹമ്മദ് മരിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ കയ്യും കാലും ഞാൻ വെട്ടും. 40 ദിവസം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു വരും. അദ്ദേഹം എവിടെയാ പോയതെന്നറിയോ? പണ്ട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പോയതുപോലെ 40 ദിവസത്തേക്ക് അള്ളാഹുവിന്റെ ഉത്തരപ്രകാരം പോയതാണ്, തിരിച്ചു വരും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് കടന്നിട്ട് പറഞ്ഞു, ഉമറേ ഇരിക്കവിടെ, ഞാൻ സംസാരിക്കും. മൻ കാന യഅ്ബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത് മൻ കാന യഅ്ബുദുല്ലാഹ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. അല്ലാഹുവിനെയാണോ നിങ്ങൾ ആരാധിക്കുന്നത്?
അല്ലാഹു ഹയ്യൻ ലാ യമൂത്ത്, മരണമില്ലാത്തവനാണ്. മുഹമ്മദ് മരിച്ചിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും നബി മരിച്ചാൽ, കൊല്ലപ്പെട്ടാൽ പിന്മാറുന്നവരാണോ നിങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ അറിയിച്ചിരുന്ന, ബോധ്യപ്പെടുത്തിയിരുന്ന വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സദസ്സിനെ കേൾപ്പിക്കുകയും ചെയ്തു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വുജൂദ് മാദ്ദി, ഭൗതികമായ സാന്നിധ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ കൈയും കാലും മരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ നഖവും മുടിയും മരിച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ കണ്ണും കാതും മരിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മാദ്ദിയായിട്ട്, ഭൗതികപരമായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് എന്ത് വേണം എന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് ശേഷം ഈ സമൂഹത്തിന്റെ ചുമതല ആരേറ്റെടുക്കുമെന്ന് തീരുമാനിക്കുക. ഇതായിരുന്നു അവരുടെ ഒന്നാമത്തെ പ്രശ്നം. അവരത് തീരുമാനിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഏറ്റെടുത്തു. പിന്നെന്ത് വേണം? കുളിപ്പിക്കണം. കുളിപ്പിക്കുമ്പോൾ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തൊക്കെ തിരുശേഷിപ്പുകളാണ് ഇവിടെ അവസാനിപ്പിക്കേണ്ടത്? നബി മറമാടപ്പെട്ടതിന് ശേഷം നബിയോടുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കുവാൻ, നബിയുടെ ഭൗതിക സാന്നിധ്യം അനുഭവിക്കുവാൻ എന്തൊക്കെയാണ് അവശേഷിപ്പിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ വസ്ത്രം എവിടെ സൂക്ഷിക്കണം? അദ്ദേഹം ഖുതുബ നടത്തുമ്പോൾ ഉപയോഗിച്ച വസ്ത്രം എവിടെ സൂക്ഷിക്കണം? അദ്ദേഹം പെരുന്നാളിന് ധരിച്ച വസ്ത്രം എവിടെ സൂക്ഷിക്കണം? അദ്ദേഹം വിദേശങ്ങളിൽ വരുന്ന പ്രതിനിധികളെ സ്വീകരിക്കുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രം എവിടെ സൂക്ഷിക്കണം? അദ്ദേഹത്തിന്റെ കട്ടിൽ, കിടന്ന കട്ടിൽ എവിടെ സൂക്ഷിക്കണം? അദ്ദേഹത്തിന്റെ തലമുടി എടുത്ത് എവിടെ സൂക്ഷിക്കണം? അദ്ദേഹത്തിന്റെ നഖങ്ങൾ വെട്ടി എവിടെ സൂക്ഷിക്കണം? ആ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൗതികമായി മറമാടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഭൗതികമായ ശേഷിപ്പുകളാണ് സൂക്ഷിക്കപ്പെടേണ്ടത്? ഇങ്ങനെ ഒരു ചർച്ചക്ക് സാഹിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വാഹിബ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വം കൊടുത്തായിട്ട് നമുക്കറിയില്ല. കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മറമാടി, നമസ്കരിച്ചു, മറമാടി. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബിയുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ, 2-2.5 വർഷക്കാലം ആ രാജ്യം ഭരിച്ചു. നബിയോടുള്ള വൈകാരിക ബന്ധവും റസൂലിനോടുള്ള സ്നേഹവും റസൂലിന്റെ ആദരവ് വഴി ആ സമൂഹത്തിന്റെ ഐക്യവും ഭദ്രതയും നിലനിർത്തുവാൻ അദ്ദേഹം ഇരുന്ന ഭരണക്കസേരയുടെ മുമ്പിൽ ഒരു ഗ്ലാസിൽ 2-3 മുടിനാര് സൂക്ഷിച്ചിരുന്നുവെങ്കിൽ അതൊരു ഭൗതിക സാന്നിധ്യമാകുമായി. റസൂലിന്റെ ഭൗതിക സാന്നിധ്യവും അതുവഴി റസൂലിനോടുള്ള സ്നേഹാധിക്യവും വർദ്ധിപ്പിക്കുവാനും ഇസ്ലാമിക സമൂഹത്തിന്റെയും ഖിലാഫത്തിന്റെയും ഭദ്രത നിലനിർത്തുവാനും വേണ്ടി അങ്ങനെ ഒരു മുടിനാരിന്റെ സാന്നിധ്യം ചരിത്രത്തിൽ എവിടെയും കാണാനോ കേൾക്കാനോ വായിക്കാനോ നമുക്കറിയില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ റസൂലിനെ സ്നേഹിച്ചവൻ മറ്റാരാണ്? റസൂൽ മരിച്ചുപോയിരിക്കുന്നു എന്ന വാർത്ത 1-ാം ഘട്ടത്തിൽ വിശ്വസിക്കുവാൻ പ്രയാസപ്പെട്ട, റസൂലുമായി ഹൃദയം അഭേദ്യമായി ബന്ധപ്പെട്ട് കിടന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 10-10.5 വർഷക്കാലം നാട് ഭരിച്ചു. അദ്ദേഹം ചെയ്തത് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രപ്രസിദ്ധമായ ബൈഅത്തുൽ റിദ്വാൻ ഉടമ്പടിക്ക് നബിയും സഹാബാക്കളും കൂടി നിന്നിരുന്ന ഒരു മരച്ചുവടുണ്ടായിരുന്നു. ആ മരം അന്നും നിലനിൽക്കുകയായിരുന്നു. ആ മരം കാണുമ്പോൾ, ആ മരത്തിന്റെ ചുവട്ടിൽ പോകുമ്പോൾ ഏതോ ഒരർത്ഥത്തിൽ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ശേഷിപ്പാണ്. അവിടെ പോകുമ്പോൾ സത്യവിശ്വാസികൾക്ക് പ്രത്യേകമായ ഒരു പെരുമാറ്റവും ഒരു സമീപനവും ഒരു ലോക്യവും ഒരാദരവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കുന്നുണ്ടോ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്, ഏത് ഉമറിന്, നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ കയ്യും കാലും ഞാൻ വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയ റസൂലിനോടുള്ള സ്നേഹത്തിന്റെ
ജീവൽ രൂപമായ ശക്തമായ രൂപമായ ഉമർ റളിയല്ലാഹു അൻഹു അത് കണ്ടപ്പോൾ തന്റെ വാളൂരി ആ മരം വെട്ടിക്കളയാനാണ് തോന്നിയത്. നമുക്ക് പോലും ഒരുപക്ഷെ മനസ്സിലാഗ്രഹം ഉണ്ടായിരിക്കും ആ മരം ഒന്ന് കണ്ടിരുന്നുവെങ്കിലെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു ആ മരം വെട്ടിക്കളയാണ് ചെയ്തത്. ആരാണ് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? റസൂലിന്റെ 2 മകളുടെ ഭർത്താവാണ്. എന്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പ്രത്യേകം പേര് ദുന്നൂറൈൻ, ഇരട്ടപ്രകാശത്തിന്റെ ഉടമയെന്നാണ്. അദ്ദേഹം നാട് ഭരിച്ചു 10-12 വർഷക്കാലം. നബിയുടെ 2 മകളെ വിവാഹം ചെയ്തു. റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹാദരപൂർവം 2 മുടിനാര്, എനിക്ക് ശേഷം എന്നെ ഓർക്കുവാൻ, എന്നെ അനുഭവിക്കുവാൻ അദ്ദേഹത്തിന് നൽകിയതായിട്ടോ വസിയത്ത് ചെയ്തതായിട്ടോ അദ്ദേഹം സ്വീകരിച്ചതായിട്ടോ ഇവിടെയും ഒരു രേഖയും ഒരു സംഭവവും ഒരു സന്ദർഭവും ഇസ്ലാമിന്റെ ആധികാരിക രേഖകളിൽ ദൃശ്യമല്ല. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? 4ാമതായി ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തു. നേരത്തെ ഫാത്തിമ റളിയല്ലാഹു തആല എന്ന നബിയുടെ ഫദ്ലുൽ ഖൽബ്, കരളിന്റെ കഷ്ണം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രിയപുത്രിയെ വിവാഹം ചെയ്തു. റസൂലിന്റെ കുടുംബത്തിലെ അഭിവാജ്യ അംഗമായി ജീവിച്ചു. അദ്ദേഹത്തിലൂടെയും അനന്തരമായി ഒരു മുടിനാരി ഫാത്തിമയിലൂടെ അലിക്കോ, അലിയുടെ ഹസനോ, ഹസനിലൂടെ ഹുസൈനിനോ, ഹുസൈനിലൂടെ ഇസ്ലാമിക സമൂഹത്തിനോ കൈമാറ്റം ചെയ്യപ്പെട്ടതായിട്ട് എവിടെയും ആരും പറയുകയോ രേഖപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. എപ്പോഴാണ് നമ്മൾ റസൂലിനെ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്? റസൂലുമായി ഏറ്റവും കൂടുതൽ മാനസികമായി ഈ ദുനിയാവിൽ നമ്മൾ അടുക്കുക എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ മസ്ജിദുൻ നബവിയിലെത്തുമ്പോഴാണ്. മദീനയിലെ പള്ളി സന്ദർശിച്ച പലരും ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടാവും. അവിടെ എത്തുമ്പോൾ സവിശേഷമായൊരു ശാന്തതയാണ്, അനിർവചനീയമായ ഒരു ആത്മീയാനുഭൂതിയാണ്. റസൂലിന്റെ പള്ളി സന്ദർശിക്കുന്ന, റസൂല് സ്വന്തം കൈകൊണ്ട് പണിത, റസൂലിന്റെ നേതൃത്വത്തിൽ പണിത, റസൂലിന്റെ പള്ളി എന്ന് പേര് വെക്കപ്പെട്ട ആ പള്ളിയിലില്ലാത്ത ഒരു ശേഷിപ്പ്, ആ പള്ളിയിലില്ലാത്ത റസൂലിന്റെ ഒരു ഭൗതികമായ ബാക്കി പത്രം ലോകത്ത് എവിടെ ഉണ്ടായാലും ശരി, അത് കൃത്രിമമാണ്, അത് വ്യാജമാണ്, അത് കഷ്ണം വെക്കപ്പെട്ടതാണ്, അശ്വരില്ലാത്തതാണ്, യാഥാർത്ഥ്യമുള്ളതല്ല. യാഥാർത്ഥ്യമുള്ളതും അടിസ്ഥാനമുള്ളതും ആദരവാർന്നതും റസൂലിന്റെ ശേഷം ബഹുമാനിക്കപ്പെടേണ്ടതും ആദരിക്കപ്പെടേണ്ടതും റസൂലിന്റെ ഭൗതിക സാന്നിധ്യത്തെ ഏതെങ്കിലും അർത്ഥത്തിൽ അല്പമെങ്കിലും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനുമുള്ള ഒരു ഘടകമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ ന്യായമായ കേന്ദ്രം അത് റസൂലിന്റെ മദീനയിലെ പള്ളിയാണ്. മദീനയിലെ പള്ളിയിലില്ലാത്തത്, മക്കയിലെ പള്ളിയിലില്ലാത്തത്, അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നുമില്ലാത്തത് 3 തീർത്ഥാടന കേന്ദ്രങ്ങളെ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുള്ളൂ. 4ാമതൊന്ന് അനുവദിച്ചിട്ടില്ല. അതൊന്ന് മക്കയും മസ്ജിദുൽ ഹറാമുമാണ്, മറ്റൊന്ന് മദീനയും മസ്ജിദുൽ നബവിയുമാണ്, 3ാമതൊന്ന് ഖുദ്സും മസ്ജിദുൽ അഖ്സയുമാണ്. മക്കയിലും മസ്ജിദുൽ ഹറാമിലും മദീനയിലും മസ്ജിദുൽ നബവിയിലും ഖുദ്സിലും മസ്ജിദുൽ അഖ്സയിലുമില്ലാത്ത ഒരു വിശുദ്ധ വസ്തു, ഒരു തീർത്ഥാടന വസ്തു, ഒരു അനുഗ്രഹീത വസ്തു റസൂലിന്റെ പേരിൽ കാശ്മീരിലോ അബൂദാബിയിലോ കാരന്തീരിലോ വന്നാൽ അതിന് ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു നവനിർമ്മിതി എന്നല്ലാതെ അതിനെക്കുറിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പുതിയ ഒരു മതം നിർമ്മിക്കുവാനുള്ള ശ്രമം തടഞ്ഞേ പറ്റൂ. ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ റസൂലാണ്, അടിമയാണ്. കുരിശുകൊണ്ട് അദ്ദേഹത്തെ ഭൗതികവൽക്കരിക്കാൻ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞു എന്നതാണ് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഅസത്തിന്റെ നുബുവത്തിന്റെ ദൗത്യങ്ങളിൽ ഒന്ന്. ഉസൈർ അള്ളാഹുവിന്റെ വലിയാണ്. ഉസൈറിനെ ദൈവപുത്രനായി പ്രതിഷ്ഠിക്കുവാനും ഉയർത്തുവാനും ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞു എന്നതും റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിന്റെയും ദൗത്യത്തിൽ ഒന്നാണ്. വല്ലതും സംഭവിക്കാതിരിക്കുവാൻ എന്റെ ഖബറ് മസ്ജിദായോ മുസല്ലയായോ ആരാധനാ കേന്ദ്രമായോ സ്വീകരിക്കരുതേ,
അതിൽ യഹൂദികളെയും നസാറാക്കളെയും നിങ്ങൾ പിന്തുടരരുതേ, ആ വഴിയിലേക്ക് നിങ്ങൾ പോകരുതേ 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 എന്നതായിരുന്നു റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അന്തിമ വസിയ്യത്തുകളിൽ ഒന്ന്. മക്കയാണ് ഏറ്റവും വിശുദ്ധമായ സ്ഥലം. പുതിയ മതം മക്കയേക്കാൾ വിശുദ്ധമായ സ്ഥലമുണ്ട് എന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റസൂലിന്റെ ഖബർ നിലനിൽക്കുന്ന മണ്ണാണ് എന്ന്. സംസമാണ് ഏറ്റവും വിശുദ്ധമായ ജലം. പുതിയ മതം അതിനേക്കാൾ വിശുദ്ധമായ മറ്റൊരു ജലമുണ്ട് എന്ന് പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് റസൂലിന്റെ കൈ വിരലുകൾക്കിടയിലൂടെ നിർഗളിച്ച ജലമാണ് എന്ന്. ലൈലത്തുൽ ഖദ്റാണ് ഏറ്റവും വിശുദ്ധമായ രാവ്. വിശുദ്ധ ഖുർആനിൽ നസ്സായി വന്ന രാവ്. അതിനേക്കാൾ വിശുദ്ധമായ മറ്റൊരു രാവുണ്ട് എന്ന് പുതിയ മതക്കാർ പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അത് റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മം നടന്ന രാവാണ് എന്ന്. അങ്ങനെ പുതിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ പണിയാനും പോവുകയാണ്. ഇത് സത്യവിശ്വാസികൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. യക്തുബൂനൽ കിതാബ ബിഐദീഹിം വയഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാഹ്. അല്ലാഹു തൗറാത്ത് നൽകിയ, ഇൻജീൽ നൽകിയ ജനങ്ങൾ സ്വയംകൃതമായി പലതും എഴുതിയുണ്ടാക്കി അതിനെ ദീനാണ് എന്ന് പറഞ്ഞ കാര്യം താക്കീതോടുകൂടി ഖുർആൻ നമ്മെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ, തൗറാത്തിന്റെ വചനങ്ങൾ, ഇൻജീലിന്റെ വചനങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഭേദഗതി ചെയ്യുന്ന, സ്ഥലം മാറ്റി വ്യാഖ്യാനിക്കുന്ന ദുഷ്പ്രവണതയെക്കുറിച്ച് അത് യഹൂദികളുടെയും നസാറാക്കളുടെയും ദുശ്ചെയ്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യഹൂദി നസാറ ശൈലിയിൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും അവർ പഠിപ്പിച്ച നേരായ വഴിയിൽ നിന്ന് വഴിതെറ്റുന്ന പുതിയ ഒരു മതസമീപനം, ഒരാത്മീയ സമീപനം ആര് തന്നെ സൃഷ്ടിക്കുവാനും ശ്രമിച്ചാലും അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമുക്കത് തിരുത്തിയേ പറ്റൂ. തറക്തു ഫീക്കും അംറൈൻ ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തു റസൂലിഹി. രണ്ട് ശേഷിപ്പുകളെ റസൂല് അവശേഷിപ്പിച്ചിട്ടുള്ളൂ. ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് സുന്നത്താണ്. ആ വഴിയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇന്നഹു വൽ ഗഫൂറുർ റഹീം.